മാടായിപ്പാറയിൽ ജൈവ വൈവിധ്യ പഠന ക്യാമ്പും ശുചീകരണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കമൺ ഫോളോ. പയ്യന്നൂർ കോളേജ് NSS യൂണിറ്റ് 10ഉം ഗ്രീൻ ബ്രിഗേഡും സംയുക്തമായി മാടായിപ്പാറയിൽ ജൈവ വൈവിധ്യ പഠന ക്യാമ്പും ശുചീകരണവും സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം CP ഷിജു ഉദ്ഘാടനം ചെയ്തു. മാടായിക്കാവ് പരിസരത്തെയും മാടായിപ്പാറയിലെയും മാലിന്യ ശുചീകരണമാണ് നടത്തിയത്. നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ EK സോമശേഖരൻ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സുരേഖ TV, യൂണിറ്റ് സെക്രട്ടറി വിഷ്ണു CV, ക്ഷേത്ര സംരക്ഷക സമിതി അംഗം ഉണ്ണികൃഷ്ണൻ, A കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, ആര്യ CV, സുജന എന്നിവർ സംസാരിച്ചു. വളണ്ടിയേഴ്സ് ശേഖരിച്ച പ്ലാസ്റ്റിക്കുകളും കുപ്പികളും തരംതിരിച്ച് ഹരിതകർമ്മ സേനയെ ഏൽപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്, അതുപോലെ സ്മാർട്ട് കുട്ടികളും. അതെ, ഞാനും അഭിഷാദ് ഗുരുവായൂരും കൂടെ ആളുടെ പുതിയ ബെൻസിൽ പോണത് പയ്യന്നൂരേക്കാണ്. ഇവിടെ പയ്യന്നൂർ ഒരു കോളേജ് ഉണ്ട്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്. വളരെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസും ആണ്, ഫാക്കൽറ്റി മെമ്പേഴ്സും ആണ് ഇവിടെ ഉള്ളത്. ഇങ്ങനത്തെ സ്റ്റുഡൻസിനെ കാണാൻ പണിയാണ്. അപ്പൊ എങ്ങനെയാണ് കാര്യം തുറന്ന് നോക്കിയാലോ? കമൺ ഫോളോ. കുട്ടിയേക്കുള്ള ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ്സുമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. ഏവിയേഷൻ, ലോജിസ്റ്റിക്സ്, പാരാമെഡിക്കൽ, മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ്, ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ആക്റ്റീവ് ആയിരുന്നു കേട്ടോ. അധിക പേരും ഏവിയേഷൻ സ്വപ്നം കണ്ടത്. സിമ്പിളാണ് ക്ലാസ് ഒക്കെ, എല്ലാവരും നല്ല ഫ്രണ്ട്സ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാ. ഈ റാഗിങ് അതൊന്നും അങ്ങനെയില്ല. പൈലറ്റ് ഒഴികെ ബാക്കി എല്ലാ മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പ്ലേസ്മെന്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞത് തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടേതാണ്.